ഫ്രണ്ട്സ് പൊന്നോട്ടക്കിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ പൊന്നോ. അപ്പോൾ നമ്മളെന്ന് പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായി വെള്ളത്തിലൂടെയുള്ള കണ്ടക്ടിവിറ്റി ഇലക്ട്രിസിറ്റിയിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളം ആക്ച്വലി ഒരു ബാഡ് കണ്ടക്ടറാണ്. നമ്മുടെയൊക്കെ കുറേ തെറ്റായ വിചാരമായിരുന്നു. കാരണം ഷോക്കൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റിയൊക്കെ വെള്ളത്തിൽ കൂടെ നന്നായി കടന്നു പോകുന്നു. പക്ഷേ അത് ആക്ച്വലി തെറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാം എന്നാണ്. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ഷോക്ക് അടിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം അതിന് കിട്ടുന്ന 5% ഇലക്ട്രിസിറ്റി ഒക്കെ കടത്തി വരണം വിചാരിക്കുക. അപ്പോൾ 100 വാട്ടൊക്കെ വെള്ളത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ 5 വാട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. പക്ഷെ നമ്മുടെ 10,000 kV ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ 11 kV ലൈനൊക്കെ 10,000 വാട്ടിൻ്റെയാണ്. അത് ഇങ്ങനെ വെള്ളത്തിൽ വീണ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 500 വാട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അടിക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. പിന്നെ മറ്റൊരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ സ്വിച്ച് നനഞ്ഞ കൈ കൊണ്ടിടുമ്പോൾ ഷോക്ക് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ആസിഡിൻ്റെ ചെറിയൊരു കണ്ടന്റ് ഉണ്ടാവും. ചുമരുമയും നമ്മളെപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തുടർന്ന കാരണം കൈയൊക്കെ കഴുകിയിട്ട് തുറന്ന കാരണം അത് ചെറിയൊരു ആക്സിഡൻ്റ് അംശം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടക്ടിവിറ്റി വല്ലാതെ കൂടും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടും. അങ്ങനെയാണ് ഈ സ്വിച്ചുമൊക്കെ പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മളെങ്ങനെ അത് കൂട്ടി കാണിക്കാൻ പോവാണ്, വെള്ളത്തിൽ ആസിഡ് ഒഴിച്ചിട്ട് ആ എക്സ്പെരിമെൻറ്റിൽ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞോട്ട് ഉപയോഗിച്ച കറണ്ട് സോഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്ന ഒരു AC അഡാപ്റ്ററാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 5 വാട്ടാണ്, അതായത് 1 A ആണ്. ഇത് നമ്മൾ കൊടുത്തേക്കണത് ഞാൻ കാട്ടിത്തരാം. കൊടുത്തേക്കണത് ഇപ്പുറത്ത് ഒരു LED ബൾബിക്കാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാ ഇതിൻ്റെ ഒരു ലെഡ് മാത്രം നമ്മൾ കൊടുത്തേക്കണത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ലെഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ LED നമ്മൾ കണ്ടാ ഗൈസ്, ഇതിങ്ങനെ മുട്ടിക്കുമ്പോഴാണ് ഈ ബൾബ് കത്തുക. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം വെള്ളത്തേക്ക് ഇറക്കി വെച്ചപ്പോഴാണ് കഴിഞ്ഞ വട്ടം വളരെ നേരത്തെ ഒരു ഇത് കണ്ടേ ലൈറ്റ്, വളരെ നേരത്തെ ഇലക്ട്രിസിറ്റി കടന്ന്. കാരണം നമ്മൾ 5 വാട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 0.2 വാട്ടൊക്കെ വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടാവുള്ളൂ. അത് കാരണമാണ്. ഇനി നമ്മൾ ആസിഡിൽ കൂടെ കൊടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോയുടെ ഇടയിൽ എന്തായാലും വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുറച്ച് ആസിഡ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആസിഡായിട്ട് എടുത്തേക്കുന്നത് വിനാഗിരിയാണ്, അസിറ്റിക് ആസിഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ വെള്ളം എടുക്കാം, നാരങ്ങ നീരിൽ ആസിഡുള്ള കാരണം. അപ്പോൾ ഞാൻ വിനാഗിരി വെള്ളത്തിൽ മിക്സ് ചെയ്താണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് ആസിഡുള്ള ഒരു സൊല്യൂഷനാണ്. ഇനി ഇതിൽ കൂടെ കറണ്ട് കിടന്നു പോകണം എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഗൈസ് ഞാൻ കാട്ടിത്തരാം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആദ്യം വെറുതെ കത്തുന്നത് കാട്ടിത്തരാം. കണ്ട ഇത് തൊടുമ്പോൾ കത്തുണ്ട്. ഇനി ഇതിലെ കൂടെ കടന്നു പോകണം ഞാൻ കാട്ടിത്തരാൻ പോണേ. കണ്ട ഗൈസ്, രണ്ടും മുക്കുമ്പോൾ ബൾബ് കത്തണ കാണാൻ കണ്ട ഇവിടെ ഒരു ഗ്ലോ വരുന്നു. ഇപ്പോൾ വെള്ളത്തിൽ ഇത്ര കൂടി ഇല്ലായിരുന്നു, വളരെ ചെറുതായിട്ട് കത്തിണ്ടായ. ഇപ്പോൾ ആസിഡ് ഒഴിച്ച വെള്ളത്തിൽ ഇത്ര കണ്ടാണ്. ഇനി പച്ച വെറും ആസിഡ് മാത്രമാണെങ്കിൽ ഫുള്ള് ഗ്ലോയിൽ കത്തുന്നത് കണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് വെള്ളത്തിൽ കൂടെയും ആസിഡിൽ കൂടെയും കടന്നു പോകുമ്പോൾ ഉള്ള വ്യത്യാസം. ഞാൻ അത് കമ്പയർ ചെയ്തുള്ളൊരു ഫോട്ടോ അവിടെ വയ്ക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കമ്പയർ ഫോട്ടോ. വാട്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ചെറിയൊരു ഇതാണ്. ആസിഡിൽ ഇപ്പോൾ നന്നായി കത്തേണ്ടതാണ്. ക്യാമറ അവിടെ നിന്ന് ഇങ്ങനെ ഇത് പോയേക്കണേ. വേറെ ഇതുള്ളൊരു ഫോട്ടോ അവിടെ വയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ അത് കാട്ടിയിട്ടുണ്ടായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും വരാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ബന്നു ഓഫ് ബന്നു ടെക് സൈനിങ് ഓഫ്.